അങ്ങനെ നമ്മുടെ നിധി താലി ഊരി കൊടുക്കുന്നുണ്ട് നമ്മുടെ സുധീഷിൻ്റെ കയ്യിൽ. അത് അവന് വല്ലാതെ വിഷമാവുന്നുണ്ട്. സുധീഷ് വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ കുറേ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലും പോയിരുന്നിട്ട് വിഷമം പറയുന്നുണ്ട്. എന്തായാലും ഹരീഷ് പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ ഓരോന്ന് ചെയ്ത് കൂട്ടിയത്, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ നിധി ഓഫീസിൽ പോകുന്നുണ്ട്. ഓഫീസിൽ പോകുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിലത്തെ മാനേജർ പറയുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത പ്രോജക്റ്റ് ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിനെ നമുക്കതിനെ റിസർച്ച് ചെയ്യാൻ വേണം. അത് ഒരു ബിൽഡിങ്ങോ ഫ്ലാറ്റോ വീടോ എന്ത് വേണമെങ്കിലും ആവാം, അതിലത്തെ കല്ലും മരങ്ങളും ഒക്കെ നമുക്കൊന്ന് റിസർച്ച് ചെയ്യണം എന്ന് പറയുന്നത്. ആ സമയത്ത് ആ കമ്പനിയിലത്തെ മാനേജർ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പഴക്കമുള്ള വീടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട് എൻ്റെ വീട് എൻ്റെ റിലേറ്റീവുടെ വീട് 100 വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ട്, നമുക്ക് അവിടേക്ക് പോയാലോ സാറേ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം, നാളെ പോകാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിധി വന്നിട്ട് നമ്മുടെ സുഭാഷ് ചേട്ടനോട് പറയണ്ടേ ഏട്ടാ ഞങ്ങൾ നാളെ നമ്മുടെ കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട് ആൾക്കാർ. അയ്യോ ഈ വീട്ടിലേക്ക് എങ്ങനെ മോളെ കൊണ്ടുവരിക, അത് കുഴപ്പമില്ല സുഭാഷ് ചേട്ടാ, ഈ പഴക്കമുള്ള വീട് കാണാൻ അവർ റിസർച്ച് ചെയ്യാനാണ് ഇങ്ങോട്ട് വരുന്നത്, വന്നോട്ടെ, അതിനെന്താ മോളെ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രാവിലെ നമ്മുടെ സുഭാഷ് ചേട്ടൻ നേരിട്ട് അടിച്ചോരിയും തുടക്കിയൊക്കെ വൃത്തിയാക്കിയിടുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി ഇങ്ങനെ ഓഫീസ് വിട്ട് വരുന്ന സമയത്ത് നമ്മളെ സുധീഷ് വേണിച്ചിട്ട് പോകുന്നുണ്ട് അവളുടെ അടുത്തേക്ക്. അവൾ പോണ സമയത്ത് അവളെ കണ്ടുടനെ ഇങ്ങനെ ഞാൻ ഇതുവഴി വന്നതാണ്, എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയണ്ട നിങ്ങളെ ഞാൻ കണ്ടിട്ട് കുറച്ച് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒഴിവുണ്ടോ ചോദിക്കുന്നത്. അതിന് എന്താ നിധി എനിക്ക് ഒഴിവുണ്ട്, എനിക്കൊരു ജോലി ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ലല്ലോ, പിന്നെ എന്ത് പണി ഞാൻ എടുക്കാനാണെന്നും പറഞ്ഞിട്ട്. അത് നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നൊന്ന് സംസാരിച്ചാലോ ചോദിക്കണ്ട. ആയിക്കോട്ടെ പറയേണ്ട സുധീഷ്. എന്തായാലും ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഇരുന്നിട്ട് ജ്യൂസൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മുടെ നിധി പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് വിചാരിക്കുന്നുണ്ട് ഓ താലി തിരിച്ച് ചോദിക്കാൻ, അതിനെന്താ ചോദിച്ചോ നിധി ഞാൻ തിരിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറഞ്ഞിട്ട് എനിക്ക് ഡൈവേഴ്സ് വേണം, നമുക്ക് നാളെ രണ്ടാളും ഒരു അഡ്വക്കേറ്റിനെ കണ്ട് മ്യൂച്വൽ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിന് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. നിധി പറയുകൊണ്ട് അവൻ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും വീട്ടിൽ പോയിട്ട് അവൻ ഇതന്നെ ആലോചിച്ചു കൊണ്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താടാ ഒരു പ്രശ്നം, നീ ഒരു വിഷമം പോലെ, എന്താണ് വല്ല വെയ്യായി ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല സുഭാഷ് ചേട്ടാ പറഞ്ഞായിരുന്നു, രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങാതെ ഇങ്ങനെ ഓരോന്ന് പെറുപെറു പറഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടൻ വീണ്ടും ചോദിക്കേണ്ടത് എന്താ എൻ്റെ പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സുധീഷ് ഇരുന്ന് പറയേണ്ട അവൾക്ക് ഡൈവേഴ്സ് വേണത്ര, അവൾ എന്നോട് വെച്ച് ജ്യൂസ് കടയിൽ വെച്ച് ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞു ഏട്ടാന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അവൾക്ക് ഡൈവേഴ്സ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ തന്നെ അവളുടെ ഭർത്താവ്, ഈ ജന്മം ഞാൻ അവൾക്കത് ഡൈവേഴ്സ് കൊടുക്കില്ല, ഞാൻ അവളെ സ്നേഹിക്കണ പോലെയും ഞാൻ അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം പോലെയും വേറെ ആരെക്കൊണ്ടും ഈ ഭൂമിയിൽ അവൾക്ക് ഇങ്ങനെയൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഡൈവേഴ്സ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കടന്നുറങ്ങുന്നുണ്ട്. എന്നാലും പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നിധിയുടെ കമ്പനിയിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നമ്മുടെ സുഭാഷ് ചേട്ടനെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.